الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وابتغي فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വാനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ടു പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോഴാണ് നാം എത്ര അനുഗ്രഹീതരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ലോകമൊട്ടുക്കും യുദ്ധത്തിന്റെ ഭീതിയിലാണ്. രാഷ്ട്രങ്ങൾക്കിടയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് അതിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തികമായ ലാഭം കൊയ്തെടുക്കാൻ ശ്രമിക്കുകയും പുറമേ സമാധാനത്തിന്റെ സംസ്ഥാപകരായി മാറുകയും ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ സയനിസ്റ്റ് ലോബികളുടെ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകം ഒട്ടുക്കും ഇന്ന്. അല്ലാഹു ലോകത്തുടനീളം സമാധാനാന്തരീക്ഷം പുനഃസ്ഥാപിക്കുകയും മനുഷ്യരെ കൂട്ടക്കുരുതിക്ക് വിധേയരാക്കി അതിലൂടെ സാമ്പത്തിക ലാഭം കൊയ്യാൻ ആഗ്രഹിക്കുന്ന, രാജ്യാതിർത്തിയെ വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദുശക്തികളെയും അല്ലാഹു തകർക്കുകയും ചെയ്യുമാറാവട്ടെ. സ്വാതന്ത്ര്യം പടച്ച റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. അതുമാത്രമല്ല, ആരോഗ്യവും സമ്പത്തും വസ്ത്രവും ഭക്ഷണവും പാർപ്പിടവുമെല്ലാം, ഇതെല്ലാം നഷ്ടപ്പെട്ടവരെ, ഇതൊന്നുമില്ലാത്തവരെ, ഒരു നേരത്തെ അന്നത്തിനു വകയില്ലാത്തവരെ കാണുമ്പോഴാണ് നമ്മുടെ കയ്യിൽ കാശ് വന്നെത്തുന്നതിന്റെ അനുഗ്രഹം നമുക്ക് ബോധ്യപ്പെടുക. നമ്മുടെ മികവ് കൊണ്ടാണ്, കഴിവുകൊണ്ടാണ്, യോഗ്യത കൊണ്ടാണ്, ചിന്താപാഠവം കൊണ്ടാണ് ഞാൻ ഇന്നെത്തി നിൽക്കുന്ന അവസ്ഥയിലെത്തിയത് എന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മുടെ തകർച്ച ആരംഭിക്കുകയാണ്.
വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഒന്നുമല്ലാത്തവരായിക്കൊണ്ട് ഒന്നും അറിയാത്തവരായിക്കൊണ്ടാണ് ഭൂമിയിൽ നിങ്ങളെല്ലാവരും പിറന്നു വീണിരിക്കുന്നത്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. നിങ്ങൾക്കവൻ കേൾവി നൽകി, കാഴ്ച നൽകി, ചിന്ത നൽകി. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ. നമ്മുടെ കാര്യങ്ങൾ നിവർത്തിച്ചു പോകാൻ പറ്റിയ ബിസിനസ്, ഏർപ്പാട്, വരുമാനം, കഴിക്കാനുള്ള ഭക്ഷണം, മറ്റ് സൗകര്യങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായി മാറാനാണ് പടച്ച റബ്ബ് ഇതെല്ലാം നൽകിയതെന്ന് ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു. വന്നത് ഒന്നുമില്ലാതെയാണ്. പോകുമ്പോൾ നമുക്ക് പറയാൻ അഡ്രസ്സും കയ്യിൽ സമ്പത്തും യോഗ്യതകളും ഡെസിഗ്നേഷനുകളും ഒക്കെ ഉണ്ടെങ്കിലും മരിച്ചാൽ മയ്യത്താണ്. എല്ലാം തിരിച്ചു പോരുകയാണ്. 3 തുണിയിൽ പൊതിഞ്ഞ്, സ്ത്രീകൾ 5 ഡ്രസ്സിൽ പൊതിഞ്ഞ് കബറിൽ കൊണ്ടുപോയി അടക്കി വെച്ച് ആ തുണിയാകട്ടെ മണ്ണ് തിന്നു തീർത്താൽ പിന്നെ ഒന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ അല്പകാലം പരീക്ഷണത്തിനായി കിട്ടുന്ന ഈ സമ്പത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കാം, എങ്ങനെയെങ്കിലുമൊക്കെ ചിലവഴിക്കാം എന്ന് ചിന്തിക്കാനാവില്ല. എനിക്കും എന്റെ മക്കൾക്കും സുഖിക്കാനും ആസ്വദിക്കാനും അനുഭവിക്കാനും മനസ്സാഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുക എന്നതാണ് ജീവിതത്തിന്റെ വൈബ് എന്ന് പലരും പറയുമ്പോൾ, അതെ, മനസ്സാഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹം അത് സ്വർഗമാണ്. ആ സ്വർഗം നേടിയെടുക്കാനുള്ളതാണ് നമ്മുടെ സമ്പത്തും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് സമ്പാദിക്കാൻ പറഞ്ഞു. മാ അകല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. ഒരാൾ തന്റെ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്താണ് പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടം. ഏറ്റവും നല്ല സമ്പാദ്യം അതാണ്. അധ്വാനിച്ച് ജോലി ചെയ്യാൻ നമ്മളോട് പറഞ്ഞു. അത് പടച്ച റബ്ബ് നമ്മളോട് നിർദ്ദേശിച്ച മാർഗത്തിൽ വിനിയോഗിക്കാനും പറഞ്ഞു. അത് വിനിയോഗിച്ചില്ലെങ്കിൽ പരലോകത്തൊരു ചോദ്യമുണ്ട്. വഅൻ മാലിഹി, നിന്റെ സമ്പത്ത്. മിന്നൈന ഇക്തസബഹു വഫീമ അൻഫഖഹു, നിന്റെ സമ്പത്ത് നീ എവിടെ നിന്നുണ്ടാക്കി, എവിടെ കൊണ്ടുപോയി ചിലവഴിച്ചു എന്ന ചോദ്യം പടച്ച റബ്ബിന്റെ അടുക്കലുണ്ട്. 10ഉം 50ഉം 60ഉം വരുമാനം വാങ്ങുന്നവർ ചിന്തിക്കുന്നത് ഇതൊന്നും ഒന്നുമാകുന്നില്ല എന്നാണ്. കാരണം സ്വന്തം കാര്യത്തിന് ചിലവഴിച്ചിട്ട് തന്നെ അയാൾക്ക് മതിയാകുന്നില്ല. ശമ്പളം കിട്ടിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ കടം വീട്ടി തീരുകയാണ്. പിന്നെ കടം വാങ്ങിച്ചു കൂട്ടുകയാണ്. വീണ്ടും ശമ്പളം കയറുമ്പോൾ അത് കടക്കാർക്ക് അയച്ചു കൊടുക്കുകയാണ്. കിട്ടുന്നത് തികയാത്തൊരവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരോട് എന്ത് സ്വതക്കയെക്കുറിച്ച്, എന്ത് സക്കാത്തിനെക്കുറിച്ച്, എന്ത് കടമയെക്കുറിച്ച്, എന്ത് കടപ്പാടിനെക്കുറിച്ചാണ് പറയാനുള്ളത്? വിശ്വാസികളായ നാം അങ്ങനെ ആയിക്കൂടാ. എവിടെ നിന്നുണ്ടാക്കി, എവിടെ കൊണ്ടുപോയി ചെലവാക്കി എന്നതിന്റെ കറക്റ്റ് കണക്ക് അല്ലാഹുവിനോട് ബോധ്യപ്പെടുത്തണം. പണം ഷറഫിന് വേണ്ടി നീ പുൽകരുതെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. സമൂഹത്തിൽ ഇടം പിടിക്കണമെങ്കിൽ കുറച്ച് കാശ് വേണം, നല്ല ബിസിനസ് വേണം. കയ്യിൽ കാശുണ്ടെങ്കിൽ ആളുകൾക്കിടയിൽ വാല്യൂ ഉണ്ടാകും. അതിനുവേണ്ടി നീ പണം സമ്പാദിക്കരുതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങളുടെ ദീനിന് ഏറ്റവും വലിയ അപകടമായിട്ട് ഞാൻ കാണുന്ന 2 എണ്ണം. ഒന്ന്, നിങ്ങളുടെ സമ്പത്തിനോടുള്ള ആർത്തി, സമ്പത്തിനോടുള്ള ആർത്തി, സ്ഥാനമാനങ്ങളോടുള്ള ആർത്തി. മാ ദിബാനി ജാഇആനി ഉർസിലാ ഫീ ഗനമിൻ ബിഅഫ്സദ ലഹാ. ആട്ടിൻപറ്റത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്ന 2 വിശന്നു വലഞ്ഞ ചെന്നായ്ക്കളെപ്പോലെ നിങ്ങളുടെ ദീനിനെ കാർന്നു തിന്നാൻ ഒരുങ്ങി നിൽക്കുന്ന 2 കാര്യമുണ്ട്. അതൊന്ന് ഹിർസുൽ മർഇ അലൽ മാൽ വശറഫ്, സമ്പത്തിനോടുള്ള ആർത്തിയും സ്ഥാനമാനങ്ങളോടുള്ള, അംഗീകാരങ്ങളോടുള്ള, സമൂഹത്തിൽ യോഗ്യതകളോടുള്ള, മാന്യതയുടെ ആ ഒരു മുഖം മൂടി ധരിക്കാനുള്ള ആ ഒരു അഭിവാഞ്ചയാണ് നിങ്ങളുടെ ദീനിനെ കാർന്നു തിന്ന 2 ചെന്നായിക്കളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. അള്ളാഹുവിനെ ദിക്റെടുക്കുന്നിടത്ത്, അവനെ സ്മരിക്കുന്നിടത്ത്, ഇബാദത്ത് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് സമ്പത്തും സന്താനങ്ങളും തടസ്സമാകരുത്. റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാ വഇതാഇസ് സകാ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ഒരു പറ്റം യുവാക്കളുണ്ട്, ഒരു പറ്റം ആളുകളുണ്ട്. എന്താ അവിടെ പ്രത്യേകത? അവരുടെ ബിസിനസ്സോ ഏർപ്പാടോ അവർക്ക് നിസ്കരിക്കാനോ സക്കാത്ത് കൊടുക്കാനോ തടസ്സമല്ല.
കാരണം ദുനിയാവിൽ ജീവിക്കുമ്പോൾ അവർ പരലോകത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ് എന്നാണ്. ലോകത്തെ ഏറ്റവും വലിയ ധനാഢ്യനായിരുന്നു ഖാറൂൻ. അത്രയൊന്നും നമ്മൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. ഖാറൂൻ അയാളുടെ ഖജനാവിന്റെ താക്കോൽ കൂട്ടം വഹിക്കാൻ ഒട്ടകക്കൂട്ടങ്ങൾ ആവശ്യമായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒട്ടകക്കൂട്ടങ്ങൾ വഹിക്കുന്ന താക്കോലുകൾ കൊണ്ട് തുറക്കപ്പെടുന്ന ഖജനാവുകളിൽ എത്ര സമ്പത്തുണ്ടായിരിക്കണം. മൂസാ നബി അദ്ദേഹത്തോട് പറഞ്ഞു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, ദാറുൽ ആഖിറത്തിന് വേണ്ടി പടച്ച റബ്ബ് നിനക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നീ വിനിയോഗിക്കണം. വലാ തൻസ നസീബക മിനദ് ദുനിയ, ആഖിറത്തിന് വേണ്ടി നീ അധ്വാനിക്കണമെന്ന് പറയുമ്പോ ദുനിയാവിൽ നിനക്കുള്ള ഭക്ഷണം, നിനക്കുള്ള പാർപ്പിടം, നിനക്കുള്ള വാഹനം, നിനക്കുള്ള സൗകര്യം അത് നീ മറക്കും വേണ്ട. ദുനിയാവിൽ നിനക്കല്ല അനുവദിച്ച ഓഹരി നീ എടുത്തോ, പക്ഷേ പടച്ച റബ്ബ് സുബ്ഹാനഹു തആലയുള്ള ദാറുൽ ആഖിറത്ത് നീ തേടണം. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. ഒരുപാട് ആളുകൾ പട്ടിണിയും വിശപ്പും പ്രയാസവും ബുദ്ധിമുട്ടുമായി ജീവിക്കുമ്പോൾ പടച്ച റബ്ബ് നിനക്ക് നല്ല ജോലി തന്നു, നല്ല ഏർപ്പാട് തന്നു, നിനക്ക് നല്ല ആരോഗ്യം തന്നു, നിനക്ക് നല്ല സമ്പത്ത് തന്നു, നിനക്ക് സുഖകരമായ ജീവിതത്തിലുള്ള സൗകര്യങ്ങൾ തന്നു. അതുകൊണ്ട് വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, അള്ളാഹു നിനക്ക് ഇഹ്സാൻ ചെയ്തതുപോലെ, നിന്നോട് നന്മ പ്രവർത്തിച്ചതുപോലെ നീ ജനങ്ങൾക്കിടയിൽ നന്മ പ്രവർത്തിക്കണം. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, ഭൂമിയിൽ നിന്റെ സമ്പത്തിന്റെ ഹുങ്ക് കൊണ്ട് നീ വലിയ ആളായി ചമയരുത്, നീ ഫസാദിന് നേതൃത്വം കൊടുക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, അള്ളാഹു ഫസാദിന് ഉരുമ്പിട്ടിറങ്ങുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഖാറൂനിനോട് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹ് നമുക്ക് നൽകിയതെല്ലാം പരലോകത്ത് വിജയിക്കാൻ ഉപയോഗിക്കണം. ആരോഗ്യം, സമയം, സമ്പത്ത്, അനുഗ്രഹങ്ങൾ എല്ലാം. വഫി അംബാലിഹിം ഹഖ്ഖുൽ ലിസാഇരി വൽ മഹ്റൂം, നിങ്ങളുടെ സമ്പത്തിൽ ചോദിച്ചു വരുന്നവർക്കും അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ തടയപ്പെട്ടവർക്കും സൗകര്യങ്ങളില്ലാത്തവർക്കുമൊക്കെ നിങ്ങളുടെ സമ്പത്തിൽ അവകാശമുണ്ട്. എനിക്കും എന്റെ മക്കൾക്കും എന്ന് മാത്രമല്ല. إنما الصدقات للفقراء والمساكين والغاملين عليها والمؤلفة قلوبهم وفي الرقاب والعارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. 8 വിഭാഗം ആളുകൾ സകാത്ത് കൊടുക്കാൻ നിർബന്ധ ബാധ്യതയുള്ള ആളുകളുടെ സ്വത്തിൽ അവകാശികളാണ്. സൂറത്ത് തൗബയുടെ 60-ാമത്തെ ആയത്ത് പരിഭാഷ എടുത്ത് വായിച്ചു നോക്കുക. ആ അവകാശികൾക്കും കൂടെയുള്ളതാണ് നമ്മുടെ സ്വത്ത്. ഇവിടുത്തെ ഫക്കീറുകൾക്ക്, മിസ്കീനുകൾക്ക്, യതീമുകൾക്ക്, അഗതികൾക്ക്, അനാഥകൾക്ക്, വിധവകൾക്കും കൂടെയുള്ളതാണ് നമ്മുടെ സ്വത്ത്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഉത്തമ തലമുറയാണ്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. ഞാൻ എന്റേത്, എനിക്ക്, അങ്ങനെയല്ല. നീ നിനക്കാഗ്രഹിക്കുന്നതെല്ലാം നിന്റെ സഹോദരനും ഇഷ്ടപ്പെടണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ്. സമ്പത്ത് കൊണ്ട് ഇബാദത്ത് ചെയ്യുക. ഇബാദത്തുൻ മാലിയ, ഇബാദത്തുകളുടെ അൻവാകളിൽപ്പെട്ടതാണ് ഇബാദത്തുൻ മാലിയ, സമ്പത്ത് കൊണ്ടുള്ള ഇബാദത്തുകൾ. സകാത്ത്, നിർബന്ധ ദാനമാകുന്ന സകാത്ത്, ഐച്ഛിക ദാനമാകുന്ന സദഖ, സദഖത്തുൻ ജാരിയ, അതുപോലെ തന്നെ സമ്പത്ത് കൊണ്ട് നിർവഹിക്കാൻ സാധിക്കുന്ന ഹജ്ജും ഉംറയും ഇഫ്താറും, അങ്ങനെ എന്തെല്ലാം സാധിക്കുമോ അതെല്ലാം സമ്പത്ത് കൊണ്ട് നമുക്ക് നിർവഹിക്കാനുള്ള ഇബാദത്തുകളാണ്. നൽകുന്നതാണ് എളുപ്പം, നൽകാതിരിക്കുന്നത് പ്രയാസമാണ്. ഖുർആൻ പറയുന്നു, ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. ആരാണോ തനിക്ക് കിട്ടിയ സമ്പത്ത്, അറിവ്, സ്ഥാനമാനങ്ങൾ ഇതുകൊണ്ടെല്ലാം നൽകാൻ ശ്രമിക്കുന്നത് അവർക്ക് പടച്ച റബ്ബ് എളുപ്പത്തിലേക്ക് എളുപ്പം നൽകും. വഅമ്മാ മൻ ബഖില, പിശുക്ക് കാണിച്ചാൽ, വസ്തഗ്ന, താൻ പോരിമ നടിച്ചാൽ, വകദ്ദബ ബിൽ ഹുസ്ന, ഖുർആനിനെ കളവാക്കിയാൽ, ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ, അവന് നാം പ്രയാസത്തിലേക്ക് എളുപ്പം നൽകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? മൻ കാന ഇൻദഹു തആമുൻ ഇസ്നൈൻ ഫല്യദ്ഹബ് താലിസ്, ആരുടെയെങ്കിലും കയ്യിൽ 2 പേർക്കുള്ള ഭക്ഷണമുണ്ടെങ്കിൽ 3-ാമനെ കൂടെ നിങ്ങൾ അതിലേക്ക് ചേർക്കണം. 5 പേർക്കുള്ള ഭക്ഷണമുണ്ടെങ്കിൽ 6-ാമതൊരാളെ കൂടെ അതിലേക്ക് ചേർക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുക്കുകൂട്ടി വലിയ ധനാഢ്യനാകാൻ ശ്രമിക്കുന്നവർ, തന്റെ കാര്യത്തിന് മാത്രം ചിലവഴിച്ചിട്ട് പ്രൗഢി കാണിച്ച് ജീവിക്കുന്നവർ, സുഖലോലുപത തേടി നടക്കുന്നവർ, അല്ലാഹുവിന്റെ ഖുർആൻ പറ, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ വല യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്,
ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചിലവഴിക്കാതെ സ്വർണവും വെള്ളിയും കൂമ്പാരമാക്കി കൂട്ടിയിടുന്നവർക്ക് കനത്ത ശിക്ഷയുണ്ടെന്ന് നീ താക്കീത് കൊടുക്കുക. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ വലയുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ട്. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. അവൻ ശേഖരിച്ചു വെച്ച സ്വർണവും വെള്ളിയും സമ്പാദ്യവും നരകത്തിലിട്ട് ചൂടാക്കിയിട്ട് അവന്റെ മുഖത്തും അവന്റെ ശരീരത്തിന്റെ പാർശ്വഭാഗങ്ങളിലുമെല്ലാം പൊള്ളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയും അവനോട്, ഇതാണ് നീ ഒരുക്കുകൂട്ടി വെച്ച നിന്റെ സമ്പാദ്യം എന്ന് പറയും. വൈലുൽ ലിൽ മുശ്രിക്കീൻ, ശിർക്ക് ചെയ്യുന്നവർക്ക് നാശം. അല്ലദീന ലാ യുഅ്തൂന സക്കാ, അവർ സക്കാത്ത് നിർവഹിക്കുകയില്ല. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അവർ ആഖിറത്തിൽ നിഷേധിക്കുന്നവരാണ്. മുഅ്മിനായ മുസ്ലിമായ ഒരു മനുഷ്യന് നിർബന്ധ ബാധ്യതയാണ് സക്കാത്ത്. ഇസ്ലാം കാര്യത്തിൽ മൂന്നാമത്തേതാണ് സക്കാത്ത്. എന്നാൽ അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം യഥേഷ്ടം സമ്പാദിക്കുന്നു, യഥേഷ്ടം അവർ ശേഖരിക്കുന്നു, യഥേഷ്ടം അവരുടെ ആവശ്യത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നു. തോന്നുമ്പോൾ ആർക്കെങ്കിലും അത് കൊടുത്തെങ്കിൽ കൊടുത്തു എന്നല്ലാതെ. എന്നാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. യഥേഷ്ടം അധ്വാനിച്ച് പണമുണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകി. അതോടൊപ്പം തന്നെ ആ സമ്പാദ്യം കൊണ്ട് സ്വർഗം നേടാനും ആ സമ്പാദ്യം കൊണ്ട് ധാരാളം കുടുംബങ്ങളെ കണ്ണീര് തുടയ്ക്കാനും ഒരുപാട് പിഞ്ചു മക്കളുടെ മുഖത്ത് പുഞ്ചിരി വിടർത്താനും ഭർത്താവ് നഷ്ടപ്പെട്ടു പോയ വിയോഗത്തിൽ ദുഃഖാർത്തരായി കഴിയുന്ന വിധവകൾക്ക് ആശ്വാസം പകരാനും, അങ്ങനെ എന്റെ സമ്പത്ത് കൊണ്ട് നിരവധി കുടുംബം ജീവിച്ചു പോകുന്നല്ലോ എന്നാലോചിച്ച് സുജൂദിൽ കിടന്ന് കബൂൽ ചെയ്യണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിനയാന്യതനായ ധനാഢ്യനെയാണ് ഇസ്ലാം ഉണ്ടാക്കിയത്. അഹങ്കാരിയായ ധനാഢ്യനെയല്ല, വിനയാന്യതനായ ധനാഢ്യനെ. അതിലാണ് സുഹൃത്തുക്കളെ നമുക്ക് ഖൈറുള്ളത്. ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خيرا لهم بل هو شر لهم. അല്ലാഹു തനിക്ക് നൽകിയതിനെ പൂഴ്ത്തിവെക്കുന്ന, മറച്ചുവെക്കുന്ന, ദാനം ചെയ്യാതെ, സദഖ ചെയ്യാതെ, സക്കാത്ത് കൊടുക്കാതെ അത് ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവൻ വിചാരിക്കേണ്ടതില്ല എടുത്തു വെക്കുന്നത് എനിക്ക് ഗുണമാണെന്നത്. ബൽ ഹുവ ശർറുൽ ലഹും, അതവർക്ക് ഷർറാണെന്ന് ആരാ പറഞ്ഞത്? തന്നവനാണ് പറഞ്ഞത്. അൻഫിഖൂ മിമ്മാ റസഖ്നാകും എന്നാണ്. ഞാൻ നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ ചിലവഴിക്കണം എന്നല്ല പറഞ്ഞത്, അള്ളയാണ് തന്നത്. തന്നവൻ പറയുന്നു നിങ്ങൾ റബ്ബിന്റെ മാർഗത്തിൽ ചിലവഴിക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് നന്മയില്ല. കൊടുത്താൽ എന്താ സുഹൃത്തുക്കളെ? ഒരു നെല്ല് കുഴിച്ചിട്ടാൽ അതിൽ നിന്നൊരു തൈ മുളക്കും അല്ലെ? ആ തൈ മുളച്ചിട്ടതിൽ നിന്ന് ധാരാളം കതിരുകളും ഓരോ കതിരുകളിൽ ധാരാളം ധാന്യമണികളും ഉണ്ടാകും. ഇതുപോലെയാണ് പടച്ചറബിന്റെ മാർഗത്തിൽ ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ. കൊടുക്കുന്നത് കുറച്ചായിരിക്കാം, പക്ഷേ അത് പിന്നീട് ഇങ്ങനെ അഭിവൃദ്ധിപ്പെട്ട് അതിങ്ങനെ പരിപോഷിപ്പിക്കപ്പെടും എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സക്കാത്ത് കൊടുക്കാത്തവർക്ക് കാത്തിരിക്കുന്നത് വമ്പൻ വിഷമുള്ള സർപ്പമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആതാഹു അല്ലാഹു മാലൻ ഫലം യുഅദ്ദി സകാതഹു മുസ്സില ലഹു ശുജാഅൻ അഖറ. വിഷത്തിന്റെ കാഠിന്യം കൊണ്ട് സർപ്പത്തിന്റെ തൊലി മുഴുവൻ ഉരിഞ്ഞു പോയിട്ടുണ്ട്. തൊലി ഇളകിപ്പോയ വമ്പൻ സർപ്പം കഴുത്തിൽ ചുറ്റപ്പെടും. അയാളുടെ മുഖത്തെ വലിച്ച് കടിച്ചു കീറിയിട്ട് ആ സർപ്പം പറയും, അനമാലുക അനകൻസുക, ഞാൻ നിന്റെ സമ്പത്താണ്, ഞാൻ നിന്റെ നിധിയാണ്. പരലോകത്ത് ഗുരുതരമായ ശിക്ഷയാണ് അവർക്കുള്ളത്. മാ മനഅ ഖൗമുൻ സകാത അംവാലിഹിം ഇല്ലാ മുനിഉ അൽ ഖത്റ ഫിസ് സമാ. ഭൂമിയിൽ ജന്തുക്കളുടെയും മുഴുവൻ സൃഷ്ടികളുടെയും ശാപത്തിന് പാത്രമാകും ആര്? സക്കാത്ത് കൊടുക്കാത്തവൻ. എന്തേ? അവൻ കാരണം മഴ നിലക്കും, സമൃദ്ധിയില്ലാതാകും, ക്ഷാമമുണ്ടാകും. ആര് കാരണം? സക്കാത്ത് കൊടുക്കാത്ത ധനാഢ്യർ കാരണം, പണക്കാർ കാരണം. പണക്കാർ അറിയുമ്പോൾ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന കുറച്ച് പണക്കാരുണ്ട്, ഓലല്ല. സക്കാത്തിന്റെ നിസാബ്, അത് സമ്പത്തിന്, അത് സ്വർണത്തിന്, അത് കച്ചവട സാധനങ്ങൾക്ക്, അത് പിന്നെ കാലിവർഗങ്ങൾക്ക്, കൃഷികൾക്ക്, ഓരോന്നിനും എത്രയാണോ ഉള്ളത് ആ നിസാബെത്തിയ പണം എന്റെ കയ്യിലുണ്ടോ എന്ന് നോക്കിയിട്ട് കണക്ക് നോക്കിയത് കൊടുക്കാത്ത ആരും, 10 പവന്റെ മുകളിൽ 10.5 പവൻ സ്വർണമുണ്ടെങ്കിൽ പണക്കാരനായി, സക്കാത്ത് കൊടുക്കേണ്ട അവകാശിയായി. 595 ഗ്രാം വെള്ളിയുടെ അത്ര പണം ഒരു വർഷം തികയുമ്പോൾ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കാൻ അർഹനായി. 1,02,500 രൂപ വീതം നമ്മൾ സക്കാത്ത് കൊടുക്കണം, 2.5%. അപ്പോൾ പണക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടുകാരുണ്ടാക്കിയ ലിസ്റ്റല്ല.
സക്കാത്തിന്റെ നിസാബത്ത് ഇയാൾ അത് കൊടുത്തില്ലെങ്കിൽ ഇവിടെ ദുനിയാവിൽ തന്നെ ശാപങ്ങൾക്ക് കാരണമാകും, റഹ്മത്ത് തടയാൻ കാരണമാകും. സഹോദരന്മാരെ, സക്കാത്ത് ശുദ്ധീകരണമാണ്. തുതഖിറുഹും വതുസക്കീഹിം. മനസ്സ് ശുദ്ധമാകും, സമ്പത്ത് ശുദ്ധമാകും. അപ്പോൾ സക്കാത്ത് കൊടുക്കേണ്ട സമ്പത്ത് നമ്മുടെ മക്കൾക്ക് തിന്നാൻ കൊടുത്താൽ, നമ്മുടെ സമ്പത്തിൽ വെച്ചാൽ, അത് പിന്നീട് നമ്മുടെ സമ്പത്തിനെ മലീമസമാക്കുകയാണ് ചെയ്യുന്നത്. ആ മാലിന്യമല്ല നമ്മുടെ മക്കളെ തീറ്റിക്കേണ്ടത്. അതിന്റെ അവകാശികൾ വേറെയാണ്. നമ്മൾ കൊടുക്കുന്ന ആനുകൂല്യമല്ല എന്റെ സക്കാത്ത്, നിന്റെ ആനുകൂല്യമല്ലത്, അത് അവന്റെ അവകാശമാണ്. നമുക്ക് കൊള്ളാൻ പറ്റാത്ത, നമുക്ക് എടുക്കാൻ പറ്റാത്ത, നമുക്ക് ഉപയോഗിക്കാൻ റൈറ്റ് ഇല്ലാത്തതാണ് നമ്മുടെ കയ്യിലെ സക്കാത്തിന്റെ എമൗണ്ട്. അത് അവകാശികൾ, സക്കാത്തിന്റെ അവകാശികളാണ്. അതുകൊണ്ടവൻ എന്തു വാങ്ങണം, ഭക്ഷണം വാങ്ങണോ, വസ്ത്രം വാങ്ങണോ, വീട് വെക്കണോ, ഓട്ടോ എടുക്കണോ ഒക്കെ തീരുമാനിക്കാൻ അവൻ അധികാരമുണ്ട്. അത് അവന്റെ സമ്പത്താണ്, നമ്മുടെ സമ്പത്തല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അത് നിങ്ങൾ കൊടുക്കണം. അത് നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ സമ്പത്തിനെയും ശുദ്ധീകരിക്കും. യുഖ്ലിഫുഹുന, സക്കാത്ത് കൊടുക്കുന്ന, സദഖ കൊടുക്കുന്ന ആളുകളുടെ സമ്പത്ത് അല്ലാഹു ഇരട്ടിപ്പിക്കും. യബ്ന ആദം അൻഫിഖ് അലൈക്, ആദമിന്റെ പുത്ര, നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ സക്കാത്തും സദഖയും നന്നായി കൊടുത്തോ, നിനക്ക് വേണ്ടി ചിലവഴിക്കപ്പെടുന്ന, നീ കൊടുത്താൽ നിനക്ക് നൽകപ്പെടും. ലാ യൻഖുസു മാലും മിൻ സദഖത്തിൻ ഫതസദ്ദഖൂ, സദഖ കൊടുത്തിട്ട് ഒരാളുടെ സമ്പത്തും കുറഞ്ഞു പോകില്ല, അതുകൊണ്ട് നിങ്ങൾ സദഖ കൊടുത്തോളൂ. ഖുർആൻ 30 സ്ഥലത്ത് സക്കാത്തിനെ കുറിച്ച് പരാമർശിച്ചതിൽ 27 സ്ഥലത്തും നിസ്കാരത്തിന്റെ കൂടെ പറഞ്ഞത്. അഖാമുസ്സല, അവർ നിസ്കാരം നിലനിർത്തും. വആതൗസ് സക്കാ, അവർ സക്കാത്ത് കൊടുക്കും. അപ്പൊ നിസ്കരിക്കുന്ന ഒരാള് സക്കാത്ത് കണക്ക് നോക്കി കൊടുക്കും, ഗൗരവമാണ്. വല്ലാഹി ലഉഖാതിലന്ന മൻ ഫറഖ ബൈന അസ്സലാ വസ്സക്കാ, നമസ്കാരത്തിനും സക്കാത്തിനും ഇടയ്ക്ക് ഭിന്നത ഉണ്ടാക്കിയ, ഫർക്കുണ്ടാക്കിയവരുമായിട്ട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യുന്നു. നബിന്റെ കാലത്ത് തന്നെ നിസ്കാരം ഞങ്ങൾ നിസ്കരിച്ചോളാം, നബിക്ക് കൊടുത്ത സക്കാത്ത് ഞങ്ങൾ അബൂബക്കറിന് കൊടുക്കൂല അറിഞ്ഞപ്പോ അബൂബക്കർ പറഞ്ഞ വാക്കാണത്. ഗൗരവമാണ്. അവരുമായിട്ട് യുദ്ധം ചെയ്യുന്ന പ്രവാചകന്റെ അനുയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് തഖ്വയുടെ അടയാളമാണ്, ഈമാനിന്റെ അടയാളമാണ്. സൽസ്വഭാവം നമ്മുടെ മനസ്സിൽ ചെന്ന് ചേരാൻ വിനയവും താഴ്മയും എളിമയും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു മാർഗമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പടച്ചിറപ്പ് വെച്ച അനുഗ്രഹീതമായ മാർഗമാണ്. മുതലാളിത്തവും തൊഴിലാളിത്തവും അവർ തമ്മിലടിക്കുന്ന അവസ്ഥയില്ലാതിരിക്കാൻ, അസൂയയില്ലാതിരിക്കാൻ, പകയില്ലാതിരിക്കാൻ, എല്ലാവർക്കും പരസ്പരം ഇടയ്ക്ക് സ്നേഹമുണ്ടാകാൻ അള്ളാഹു വെച്ചതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സക്കാത്തും സദഖയും ഒക്കെ എന്ന് പറയുന്നത്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 2 മലക്കുകൾ ഇറങ്ങും. അവർ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ആതി മുൻഫിഖൻ ഖലഫ, കൊടുക്കുന്നവന് പടച്ചോനെ ഇജ്ജ് നല്ലോണം കൊടുക്കും, കൊടുക്കാത്തവനെ പിടിച്ചു വെക്കണവന്റെ പണം നീ നശിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, മരിച്ചാൽ നമുക്ക് കൊണ്ടുപോകാനുള്ളത് ഈ ഒരു സമ്പത്താണ്. പടച്ചറബ് സുബ്ഹാനഹു വ തആലയുടെ കോപം തടയപ്പെടാൻ, ഇന്ന സദഖ തുത്ഫി ഗളബർ റബ്ബ്, അല്ലാഹുവിന്റെ കോപം തടയപ്പെടും, കെടുത്തിക്കളയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മരിക്കുമ്പോൾ കൊണ്ടുപോകാനുള്ളത് ഈ സദഖയാണ്, ഈ സക്കാത്താണ്, ഈ ദാനധർമ്മങ്ങളാണ്, നമ്മൾ ചെയ്തു കൂട്ടിയ പുണ്യപ്രവർത്തനങ്ങളാണ്. ഓരോരുത്തരും പരലോകത്തവരുടെ സദഖയുടെ തണലിലായിരിക്കുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പരലോകത്ത് വരും, അല്ലാഹുവുമായിട്ട് സംസാരിക്കും. വലതും ഇടതും മുമ്പിലുമൊക്കെ നരകമാണ്, എങ്ങോട്ടും പോകാൻ വയ്യ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫത്തഖുന്നാർ വലോ ബിശഖ്ഖി തംറ, ഒരീത്തപ്പഴത്തിന്റെ ചീന്ത് കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന്. ദുനിയാവിൽ പരീക്ഷണങ്ങൾ ഭയക്കുന്ന ആൾക്കാരെ നമ്മൾ, ദുനിയാവിൽ പരീക്ഷണങ്ങൾ തടയപ്പെടാനുള്ള മാർഗമാണ് സദഖ കൊടുക്കുക. ഖബറിലെ പരീക്ഷണം, പരലോകത്തെ പരീക്ഷണം, അതിനുള്ള മാർഗമാണ് നിർബന്ധവും ഐച്ഛികവുമായിട്ടുള്ള സദഖ നിർവഹിക്കുക എന്നുള്ളത്. അതുകൊണ്ട് സക്കാത്തിന്റെ കാര്യം നമ്മൾ ഗൗരവത്തോടുകൂടെ നോക്കിക്കാണുകയും സക്കാത്തിന്റെ അവകാശികൾക്ക് അത് എത്തിച്ചു കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യണം. സക്കാത്ത് സെല്ലുകളുണ്ട്, അത് മുഖേന നമുക്കത് ചെയ്യാവുന്നതാണ്. നേർക്കുനേരെ ചെയ്താലും വീടുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നിരുന്നാൽ പോലും നമുക്കത് കൃത്യമായി അവകാശികൾക്ക് എത്തിക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളാണ് സെല്ല് എന്ന് പറയുന്നത്. സെല്ലിന്റെ ഉത്തരവാദികൾ ഗൗരവം കാണിക്കണം. സക്കാത്തിന്റെ മുതൽ കൈകാര്യം ചെയ്യുമ്പോൾ സക്കാത്തിന്റെ അവകാശികൾ തന്നെയാണെന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ചിട്ടായിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത്. തങ്ങളുടെ മറ്റു കാര്യങ്ങൾ നിർവഹിക്കാൻ ഉപയോഗിക്കേണ്ടതല്ല സക്കാത്ത് ഫണ്ട് എന്ന് പറയുന്നത്. പലയിടങ്ങളിലും അങ്ങനെ കാണാറുള്ളത് കൊണ്ടാണ് സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാനും അതിലൂടെ മാലിലൂടെ സമ്പത്തിലൂടെ പടച്ചറബ് നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ മനോഹരമായി നിർവഹിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സമയം അതിവേഗതയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകാവസാനത്തിന്റെ അടയാളമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലക്ഷണങ്ങളിലൊന്നാണ് യതഖാറബുസ്സമാൻ, കാലം അടുത്തടുത്തായി തോന്നും. ഏറെ ബറക്കത്താക്കപ്പെട്ട ഈ റമദാനിന്റെ സമയവും അതിവേഗതയിലാണ് നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമായിട്ട്, നമ്മുടെ കണക്കുകൂട്ടലുകൾക്ക് അതീതമായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര പേർക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളെന്ന് പറയുന്നത് സ്വർണത്തെക്കാളും മൂല്യമുള്ള, നാം സമ്പാദിക്കുന്ന പണത്തെക്കാളും മൂല്യമുള്ള സമയങ്ങളാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ ബീവി പറയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. മറ്റൊരു സമയത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശ്രമിക്കാത്ത അത്രയും അധികം കഠിനമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 പരിശ്രമിച്ചിരുന്നു എന്നാണ്. ഇദാ ദഖലൽ അശ്ർ, അവസാനത്തെ 10 പ്രവേശിച്ചാൽ അഹ്യൽ ലൈൽ, രാത്രിയെ ജീവിപ്പിക്കും. വഅയ്ഖദ അഹ്ലഹു, തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തും. വശദ്ദ മിഅ്സറഹു, അവിടുത്തെ അരമുണ്ട് മുറുക്കിയൊടുക്കും. അവസാനമാകുമ്പോൾ പള്ളികൾ കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പാരായണം പലരും നിർത്തിവെച്ചിരിക്കുകയാണ്. എവിടെ എത്തിയെന്ന് പോലും ചില ആൾക്കാർക്ക് അറിയില്ല. ദിക്റും പ്രാർത്ഥനയും മറ്റു നോമ്പായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരുന്ന പലരും വിട്ടുപോയിരിക്കുകയാണ്. എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന നിരാശ കൊണ്ട് നാം ഇതുവരെ ഒന്നും നേടിയിട്ടില്ല. പറ്റുന്നില്ലല്ലോ എന്ന ചിന്തയിൽ നിന്ന് എനിക്ക് പറ്റണമെന്ന വാശിയിലേക്കും ഞാനത് പറ്റിക്കുമെന്ന നിശ്ചയദാർഢ്യത്തിലേക്കും പോകുന്നിടത്താണ് നമ്മുടെ വിജയം. നഷ്ടമായതിനെക്കുറിച്ചോർത്തുള്ള നിരാശയല്ല, നഷ്ടമായതിനെക്കുറിച്ചോർത്തുള്ള തിരിച്ചറിവാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. അതുകൊണ്ട് വരുന്ന നാളുകൾ പരമാവധി നന്മകൾ അധികരിപ്പിക്കാനും മറ്റു എൻഗേജ്മെന്റ്സിൽ നിന്ന് മാറി നിൽക്കുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി പരിശ്രമിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. രണ്ടാമത്തേത് അവസാനത്തെ 10 ഇഅ്തികാഫാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫു ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമദാൻ ഹത്താ തവഫാഹു അല്ലാഹ് ثم اعتكف ازواجه من بعده. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നവരെ അവസാനത്തെ 10 ദിവസവും ഇഅ്തികാഫിരുന്നു. മുഴുവൻ 10 തുടങ്ങുന്ന 19ാമത്തെ രാവ് മുതൽക്ക് ശവ്വാൽ അമ്പിളി കാണുന്നവരേക്കും പള്ളിയിൽ ആരാധനയുമായി ചടഞ്ഞിരിക്കുക. അതാണ് ഇഅ്തികാഫിന്റെ പൂർണ്ണ രൂപം. അതിന് സാധിക്കുന്നവർ അങ്ങനെ. എന്തിനെല്ലാം വേണ്ടി നമ്മൾ നാട് വിട്ടു, ഉറക്കം വഹിച്ചു, എവിടൊക്കെ പോയി നിന്നു അല്ലേ? എല്ലാ വർഷവും പടച്ചോ നമുക്ക് തരുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഈ ഒരു ഇഅ്തികാഫ് എന്ന് പറയുന്നത്. ലൈലത്തുൽ ഖദ്ർ കിട്ടിയാൽ 83 കൊല്ലവും 4 മാസവും ഇബാദത്ത് ചെയ്ത കൂലി ഓരോ കൊല്ലും കിട്ടുകയാണെന്ന് കണക്കൂട്ടിയാണ്. നമ്മൾ പലതും കണക്കൂട്ടിയ ആൾക്കാരല്ലേ, എത്ര റുപ്യാവും അല്ലേ? അവസാനത്തെ 10 മുഴുവൻ ഇഅ്തികാഫിരിക്കാൻ പറ്റുന്നത് അങ്ങനെ ഇരിക്കാം. ഇനി രാത്രികൾ മുഴുവൻ ഇഅ്തികാഫിരിക്കാൻ, പകലുകളിൽ പ്രയാസമുണ്ടെങ്കിൽ, പ്രയാസങ്ങൾ നീക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് നീക്കിയിട്ടിരിക്കണമെന്നാണ് പറയാ. ഇനി അത്യാവശ്യ ഘട്ടങ്ങൾ കൊണ്ട് നമുക്ക് പകൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ രാത്രികൾ മുഴുവൻ ഇഅ്തികാഫിരിക്കാൻ. ഇനി അതിനും സാധിക്കാത്തവർ ഒറ്റയിട്ട രാവുകളെങ്കിലും ഇബാദത്തുകൾ കൊണ്ട് ജീവിപ്പിക്കാൻ ശ്രദ്ധിക്കാം. കുറെ വൈകി 11 മണിക്കും 12 മണിക്കും കയ്യിലൊരു കുലാവിയും പിടിച്ചിട്ട് കയറി വന്നിട്ട് അതും കുടിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് കടന്നുറങ്ങാതല്ല. അഹ്യാ ലൈലഹു, രാത്രിയെ ജീവിപ്പിച്ചിരുന്നു. ജീവിപ്പിക്കാനുള്ള ഇബാദത്തുകൾ കൊണ്ട് ജീവിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ ഇഅ്തികാഫ്. വരുന്നു എന്നുള്ളത് വലിയ പോസിറ്റീവാണ്, ശരിയാണ്. അതിന് നമ്മൾ എന്നും പറയരുത്, എന്നും ഒരേപോലെ ചിന്തിച്ചാൽ പോരല്ലോ. കട ഈ പോണ പോക്ക് പോയാൽ മതി നമ്മൾ ആരും വിചാരിക്കല്ലോ. നമ്മൾ ആരോഗ്യം ഇങ്ങനെ തന്നെ മതി എന്ന് വിചാരിക്കല്ലോ. നമ്മുടെ സൗന്ദര്യം ഇങ്ങനെ തന്നെ മതി വിചാരിക്കല്ലോ. പണ്ടൊക്കെ ചോറും ചമ്മന്തിയായിരുന്നു, ഇനി അതന്നെ മതി എന്ന് ആരും തീരുമാനിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ആരാധനയുടെ കാര്യത്തിലും അങ്ങനെ ഒരു തീരുമാനം വേണ്ട. പോണ പോക്ക് പോട്ടേന്നല്ല, ഇനി ഉറങ്ങാത്ത രാവുകൾ നമുക്ക് ബാക്കി വെക്കാൻ സാധിക്കും. ഒറ്റയിട്ട രാവിലെങ്കിലും ഇഅ്തികാഫിരിക്കാത്ത ഒരാളും ഈ ഖുത്ബ കേൾക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഒറ്റയിട്ട രാവുകളെങ്കിലും. ഫുട്ബോൾ കളിക്കാൻ വേണ്ടി നമ്മൾ ഉറക്കൊഴിച്ചത് പടച്ചോൻ കണ്ടാണ്. യാത്രയ്ക്ക് വേണ്ടി ഉറക്കൊഴിച്ചത് പടച്ചോൻ കണ്ടാണ്. ജോലിക്ക് വേണ്ടി ഉറക്കൊഴിച്ച് പടച്ചോൻ കണ്ടാണ്. ഹോസ്പിറ്റലിന്റെ ICUവിന്റെ CCUവിന്റെ മുമ്പിൽ ഉറക്കൊഴിച്ച് നിന്ന് പടച്ചോൻ കണ്ടാണ്. ആ പടച്ചോൻ നോക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പുണ്യം ആഗ്രഹിച്ച് നമ്മൾ ഇഅ്തികാഫിരുന്ന് ഉറക്കമൊഴിക്കോ എന്നുള്ളത്
നോക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം ഇത്തിക്കാഫാണ്. ഒന്നാമത്തെ നന്നായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകളൊക്കെ ശക്തമാക്കേണ്ട സമയമാണ് അവസാനത്തെ 10. രണ്ടാമത്തെ ഇത്തിക്കാഫാണ്. മൂന്നാമത്തെ എന്താ പറയുക, പൂർണ്ണ സമയം ദീനിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ്. പൂർണ്ണ സമയം ദീനിന് വേണ്ടിയിട്ടുണ്ട്, പൂർണ്ണ സമയം ഉപയോഗിക്കുക. അവസാനത്തെ 10 പൂർണ്ണമായിട്ട് ഇനി ജോലിയിലാണെങ്കിലും തസ്ബീഹും തഹ്ലീലും തക്ബീറൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ ഉപയോഗിക്കണം. നാലാമത്തെ കാര്യം ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുക, അത് പ്രാർത്ഥിക്കുക, പടച്ചോണ്ട് ചോദിക്കുക. ആ സമയത്ത് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥന അധികരിപ്പിക്കുക. ലൈലത്തുൽ ഖദ്ർ കിട്ടിയാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഖൈറും മിൻ അൽഫി ശഹർ. തനസ്സലുൽ മലായിക, മലക്കുകൾ ഇറങ്ങും. ഭൂമിയിലെ മണൽത്തരികൾക്ക് സമാനമായ അത്രയും മലക്കുകൾ ഇറങ്ങും. മനസ്സിലായില്ലേ? സലാമുൻ, സമാധാനം ഇറങ്ങും. ജീവിതത്തിന്റെ ഇഹപര വിഷയത്തിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല സമാധാനം നൽകുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ ലഭിക്കണം, അത് നേടണമെന്ന ഒരു അതിയായ ആഗ്രഹവും പ്രാർത്ഥനയും അതിനുള്ളൊരു പരിശ്രമവും ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് നമ്മുടെ പകലുകളെ നമ്മൾ ഭാരം കുറഞ്ഞതാക്കണം. ഹാർഡായ ജോലികൾ തൽക്കാലം മാറി നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പർച്ചേസിംഗും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തീർക്കാൻ പറഞ്ഞിരുന്നു. തീർക്കാത്തവർ വളരെ പെട്ടെന്ന് തീർക്കണം. കച്ചവടക്കാരോട് പറയാനുള്ളത്, കച്ചവടത്തിന്റെ സീസൺ മാത്രമല്ല, ഇബാദത്തിന്റെയും സീസണാണിത്. ഒരു വിശ്വാസിക്ക് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ, നോമ്പ് തുറന്നാൽ മഗ്രിബ് ജമാഅത്ത്, അത് കഴിഞ്ഞാൽ ഭക്ഷണം, അത് കഴിഞ്ഞാൽ ഇശാ ജമാഅത്ത്, തറാവിഹ്. എപ്പോഴാണ് ഒരു വിശ്വാസി ഫ്രീ ആണത്? 9:10 മണിയാവും ഒരാൾ ഫ്രീ ആകണമെങ്കിൽ. പക്ഷേ സൂര്യൻ അസ്തമിക്കാൻ കാത്തിരിക്കുക, ലൈറ്റിട്ട ചില പന്തലുകളിൽ കച്ചവടം. ആരാ? മുസ്ലിങ്ങൾ. ആരാധനക്ക് പോകേണ്ട മുസൽമാനെ പിടിച്ചിരുത്തിയിട്ട് ഭക്ഷണം കൊടുത്തിട്ട് അതുകൊണ്ട് കാശുണ്ടാക്കുന്നവൻ അത് എവിടെ കൊണ്ടുപോയിട്ട് കഴുകിക്കളയുമെന്നത് ആലോചിക്കേണ്ട വിഷയമാണ്. പൈസക്ക് ഉണ്ടാക്കേണ്ടതിന് സംശയമൊന്നുമില്ല, പക്ഷേ തോന്നിയാസം ചെയ്തല്ല പൈസ ഉണ്ടാക്കേണ്ടത്. വിശ്വാസികൾ എമ്പാടും അത്യാവശ്യം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് നോമ്പുറക്കുമല്ലേ. പിന്നെ അപ്പുറത്തൊരു ടെന്റിന്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല. അത്ര വലിയ ഗ്യാസിന്റെ പ്രശ്നവും കുടിച്ചാൻ കിട്ടാത്ത പ്രശ്നവും ഇതൊന്നും രുചിക്കാത്ത പ്രശ്നമൊന്നുമില്ല. ഇനി റമദാൻ അല്ലാത്ത സമയത്ത് എമ്പാടും അവൈലബിൾ ആകുന്ന സാധനമാണ് ഇതൊക്കെ. ഈ സാധനങ്ങൾ ഉപ്പിലിട്ടതും ജ്യൂസും മറ്റേ സാധനങ്ങളൊന്നും കിട്ടാത്ത സാധനമൊന്നുമല്ല. ബാക്കി 11 മാസവും യഥേഷ്ടം അവൈലബിൾ ആയ സാധനമാണ്. മാപ്പിളാരെ അലച്ച കാണുമ്പോൾ തോന്നും ഇതൊന്നും കിട്ടാത്തതാണ്. നോമ്പറന്ന് വള്ളർച്ച് നിന്നിട്ട് വണ്ടി എടുത്ത് പോവാ ചെക്കന്മാരൊക്കെ. എന്നിട്ട് അവിടെയും ഇവിടെയും തട്ടിത്തടഞ്ഞ് നിന്ന് പിന്നെ സോഡ കുടിക്കുക, മറ്റു കുടിക്കുക, അത് കുടിക്കുക, ഇത് കുടിക്കുക, ഓരോന്നും വൈബാക്കി കൊണ്ടുവന്നിട്ട് ട്രെൻഡാക്കി കൊണ്ടുവന്നിട്ട് നമ്മളെ പോക്കറ്റ് അടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർക്ക് ഓരോ ദിവസവും ഫെസ്റ്റിവലാണ്, ഓരോ ദിവസവും ഫെസ്റ്റിവലാണ്. അതിനൊന്ന് നിന്ന് കൊടുക്കുന്ന നെട്ടല്ലാത്ത ആൾക്കാരായിട്ട് നമ്മൾ മാറാതിരിക്കുക എന്നുള്ളതാണ്. ഇബാദത്തിന്റെ സമയമാണ്, അത് ഇനി കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരു റമദാൻ, ആ റമദാനിലാണ് നമ്മളുള്ളത്. ഇഞ്ഞൊരു റമദാൻ നമുക്ക് കിട്ടുന്ന ഉറപ്പിച്ചു പറയാൻ നമുക്ക് ആർക്കും പറ്റൂല. മനസ്സിലായില്ലേ? കഴിഞ്ഞ ദിവസം ഇടവണ്ണക്കടുത്ത് കൊണ്ടുതോട് ഒരു കുട്ടി മുങ്ങി മരിച്ചു. ചാലിയാറ് കൂട്ടുകാരോടൊപ്പം കുളിക്കാൻ പോയതാണ്. കുളിക്കാൻ പോകുമ്പോൾ അവൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇതെന്റെ അവസാനത്തെ യാത്രയാകുമെന്ന്. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളൊക്കെ ജോലിക്ക് ഇറങ്ങുമ്പോഴോ വീട്ടിൽ കിടന്നിറങ്ങുമ്പോഴോ ഓരോ ഉദ്ദേശത്തിൽ ഇറങ്ങുമ്പോൾ തന്നെയാണ് നമ്മളൊക്കെ മരിച്ചത്. അല്ല ഞമ്മക്കായിട്ടൊരു അലാറം മുട്ടിയിട്ട് ഇതാ ഇജ് മരിച്ചാണ് കേട്ടോ എന്ന് ഞമ്മക്കായിട്ട് പറയുന്നില്ല. അങ്ങനെ ഇതുവരെ ആർക്കും ഉണ്ടായിട്ടില്ലെങ്കിൽ ഞമ്മക്കും ഉണ്ടാവൂല. അതുകൊണ്ട് അവസാനത്തെ അവസരമായിട്ട് കണ്ടുകൊണ്ട് പരമാവധി പണിയെടുക്കുക. ഈ റമദാനിന്റെ ഈ ദിവസങ്ങളിലാണ് ബദർ ഉണ്ടായത്. വയറൊട്ടിയവരായി അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സഹാബത്ത് ബദറിലേക്ക് പോയത് എന്തിനാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ സ്ഥാപിക്കാനാണ്. മനസ്സിലായില്ലേ? അത്രയും വലിയ ത്യാഗം ചെയ്തിട്ടുണ്ട് സഹാബത്ത് സ്വർഗത്തിന് വേണ്ടി. അതുകൊണ്ട് കുറച്ചെങ്കിലും നമ്മൾ ചെയ്യണം. മാത്രമല്ല ആ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ മുസ്ലിങ്ങൾ രാത്രി ഉറക്കൊഴിക്കുന്ന സമയം കൂടെ വരാൻ നിൽക്കുകയാണ്. സുഹൃത്തെ, എന്തിനാ ബദറുണ്ടായത്? അള്ളാനെ മാത്രം ആരാധിക്കണമെന്ന സഹാബത്തിന്റെ വാദം. എന്താ അബൂജഹലിന്റെ വാദം? അള്ളാനെയും ആരാധിക്കണം, മഹാന്മാരെയും ആരാധിക്കണം. എന്നിട്ട് ആ മുശ്രിക്കുകളുടെ വാദത്തിലേക്ക് പോയിട്ട് ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നൊരവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് പോകുന്നുണ്ടെങ്കിൽ അത് നബിയുടെ പ്രവചനമാണ്. എന്റെ ഉമ്മത്തിൽ ആത്തെയും ഉസ്സയെയും ആരാധിക്കുന്ന കാലം കടന്നുവരും. വിഗ്രഹാരാധനക്ക് തുല്യമായി എന്റെ ഉമ്മത്ത് ശിർക്കിലേക്ക് കൂപ്പുകുത്തുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, മുവഹിദീങ്ങളെ, മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ നമുക്ക് അല്ലാഹു മതി. സഹാബത്ത് ജീവൻ ത്യജിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയാനാണെങ്കിൽ ആ അള്ളാനെ വിളിക്കാവൂ. വീണാലും രോഗം വന്നാലും മരിച്ചാലും എന്ത് സംഭവിച്ചാലും ഇനി എവിടെയെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ടാലും അവിടെ അള്ളന്നെ മതി. അതാ 17 തവണയും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നത്. അതിൽ കളങ്കമുണ്ടായിക്കൂടാ, അത് സമ്മതിക്കാനും പാടില്ല. അതുകൊണ്ട് ബദർ ദിനവും ബദർ മൗലീദും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആചാരങ്ങൾ വരാണ്ട്. മാറി നിൽക്കണം സഹോദരന്മാരെ,
മാറി നിൽക്കുക. എന്റെ ബാപ്പ ചെയ്ത്, എന്റെ കാരണവന്മാർ ചെയ്ത്, ഞങ്ങളുടെ ഉസ്താദുമാര് പറഞ്ഞ്, അതൊന്നുമല്ല. നമ്മുടെ ഖബർക്ക് ഞമ്മളാ പോവാ, ഞമ്മളെ പരലോകത്ത് ഞമ്മളാ ഉണ്ടാകുക, ഞമ്മളെ കൈപിടിക്കാൻ ഒരു ഉസ്താദും വരൂല. അതുകൊണ്ട് നമ്മുടെ തൗഹീദ് കളഞ്ഞു കുളിക്കാതെ ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ബാക്കി നിൽക്കുന്ന റമദാനിന്റെ സുദിനങ്ങളെ പരമാവധി ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും പ്രവേശിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫാവൻ ആജിൽ സമ്മാനിക്കുമാറാവട്ടെ. നമ്മിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ രാജ്യത്ത് സമാധാനവും സ്വാതന്ത്ര്യവും നിലനിർത്തുമാറാവട്ടെ. ലോകത്തുടനീളം കലാപവും പ്രശ്നങ്ങളും ബോധപൂർവ്വം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയ്ക്കും ഇസ്രായേലിനും അള്ളാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകപ്പെട്ട എല്ലാറ്റിലും ഖൈറും ബറകാത്തുകളും വർദ്ധിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു ഇൽമും ഈമാനും തഖ്വയും നമുക്ക് ഏറ്റി നൽകുമാറാവട്ടെ. ദീനിന്റെ മാർഗത്തിൽ ധാരാളമായിട്ട് പരിശ്രമിക്കാൻ പടച്ച റബ്ബ് തൗഫീക്ക് ചെയ്യട്ടെ. നൽകിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദിയുള്ള അടിമയായി ജീവിക്കാൻ പടച്ച റബ്ബ് നമ്മെ തുണയ്ക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.